بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അവൻ ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിന് നിരക്കാത്ത മഹാനായ പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരായിട്ടാണ് നമ്മിൽ പലരെയും നമുക്ക് കാണാൻ കഴിയുക. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ലഅനല്ലാഹുൽ വാശിമാത്തി വൽ മുസ്തൗശിമാത്തി. വാശിമത്തിനെയും മുസ്തൗശിമത്തിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചാണ് പച്ച കുത്തുന്നവരെയും അതുപോലെ പച്ച കുത്തപ്പെട്ടവരെയും കുത്താൻ ആവശ്യപ്പെടുന്നവരെയൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി അടുത്തത് വൽ മുതനമ്മിസാത്തി. മുതനമ്മിസാത്തിനെയും നാമിസത്തിനെയും മുതനമ്മിസാത്തിനെയും അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. എന്താ നാമിസത്ത്, മുതനമ്മിസാത്ത്? നാമിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പ്ലക്ക് ചെയ്ത് കൊടുക്കുന്നവൾ. ഹിയല്ലത്തി തൗഖുദു മിൻ ശഅരി ഹാജിബി ഗൈരിഹാ. മറ്റുള്ളവരുടെ പുരികത്തിലെ രോമ എടുക്കുക. വതുറഖിഖുഹു, അതിനെ നേർമയാക്കുക. ലിയസീറ ഹസനൻ, സൗന്ദര്യമുണ്ടാകാൻ വേണ്ടി, ഭംഗി ഉണ്ടാകാൻ വേണ്ടി. അപ്പം പുരികത്തിലെ രോമങ്ങളെ എടുത്ത് അതിനെ നേർമയാക്കി എന്ത് ചെയ്യുക? സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു കൊടുക്കുന്നവൾ, പ്ലക്ക് ചെയ്തു കൊടുക്കുന്നവൾ, അവളാണ് നാമിസത്ത്. അവളെ അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ശറഹ് മുസ്ലിമിലുണ്ട്, അല്ലത്തി തുസീലു ശഅറ മിനൽ വജ്ഹി. നാമിസത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തിലെ രോമങ്ങൾ നീക്കുന്നവളാണ് എന്ന് ശറഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. മുഖത്തെ രോമം പുരുകവും പെടും, അല്ലാത്ത രോമങ്ങളും പെടും. മുഖത്തെ രോമങ്ങളെ നീക്കുന്നവളാണ് ഈ നാമിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശപിച്ച വിഭാഗം. വഹാദൽ ഫിഅലു, ഈ പ്രവൃത്തി, ഈ പ്ലക്ക് ചെയ്യല് ഹറാമുൻ, ഹറാമാണ്. ഈ രോമങ്ങൾ, മുഖത്തെ രോമങ്ങൾ നീക്കലൊക്കെ ഹറാമാണ്. ഇല്ലാ ഇദാ നബത്തലിൽ മർഅത്തി ലിഹിയത്തുൻ ഔ ശവാരി. എന്നാൽ ഒരു സ്ത്രീക്ക് അവൾക്ക് താടി മുളച്ചു, താടി രോമം, അല്ലെങ്കിൽ മീശ മുളച്ചു, അത് മുഖത്തിൽപ്പെട്ടത് തന്നെയാണല്ലോ. എന്നാൽ ഫല യഹ്റും ഇസാലത്തുഹ, അത് നീക്കൽ ഹറാമില്ല. മുഖത്തിലെ രോമങ്ങളിൽ പുരികവും പെടും, മീശയും പെടും, താടിയും പെടും. പക്ഷേ പുരികം അത് ഹറാമാണ് നമ്മൾ പറഞ്ഞു. പുരികത്തിലെ അതിൻ്റെ രോമങ്ങളൊക്കെ നീക്കി അതിനെ നേർമയാക്കി സൗന്ദര്യത്തിന് വേണ്ടി പ്ലക്ക് ചെയ്യൽ ഹറാമാണെന്ന് നമ്മൾ പറഞ്ഞു. താടിയും അതുപോലെ തന്നെ മീശയുമുള്ള സ്ത്രീകൾ കാണും, അത് നീക്കൽ ഹറാമില്ല. പിന്നെ ഇവിടെ ഹദീസിൽ നിരോധിച്ചതോ വന്നഹിയു ഇന്നമാ ഹുവ ഫിൽ ഹവാജിബ്, പുരികങ്ങളെ സംബന്ധിച്ചാണ്. പുരികങ്ങളിലെ ആ രോമം നീക്കി സൗന്ദര്യത്തിന് വേണ്ടി നേർമയാക്കുന്നതിനെ കുറിച്ചാണ് അതാണ് നിരോധിച്ചത്. അതുപോലെ വമാഫി അത്റാഫിൽ വജി, മറ്റ് മുഖത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള താടിയും മീശയും അല്ലാത്ത മറ്റ് ഭാഗങ്ങളിലുള്ള രോമങ്ങളെ ആണ് നീക്കുന്നതിനെയാണ് നിരോധിച്ചത്. മുതനമ്മിസത്തിനെയും അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. നാമിസത്ത് മാത്രമല്ല, മുതനമ്മിസ അല്ലത്തി തൗമുറു മൻ യഫ്അലു ബിഹാ ദാലിക, ഇങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുന്നവൾ. അപ്പോൾ ഈ പ്ലക്ക് ചെയ്യുന്നവളെയും ചെയ്യാൻ ആവശ്യപ്പെടുന്നവൾ, കൽപ്പിക്കുന്നവൾ, അവളെയും രണ്ടുപേരെയും അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. അടുത്ത വിഭാഗം ഈ ഹദീസിൽ വൽ മുതഫല്ലിജാത്തി, മുതഫല്ലിജാത്തിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മുതഫല്ലിജാത്ത് പല്ല് രാകുന്നവൾ എന്ന് നേരെ അർത്ഥം പറയാം. ലിൽ ഹുസ്നി, ഭംഗിക്ക് വേണ്ടി പല്ല് രാകുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഈ മുതഫല്ലിജാത്ത് ആരാണ്? അൽ മുഗയ്യിറാത്തി ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ വ്യത്യാസപ്പെടുത്തുന്നവളാണ്. അള്ളാഹു സൃഷ്ടിച്ചതിന് വിരുദ്ധമായി
ചെയ്യുന്നവളാണ്. മുത്തഫല്ലിജാത്ത്, പല്ല് രാകുന്നവൾ എന്ന് നാടൻ ഭാഷയിൽ നമുക്ക് പറയാം. എന്താ മുത്തഫല്ലിജത്ത് എന്ന് പറഞ്ഞാൽ ഇയല്ലത്തി തബ്റുദു മിൻ അസ്നാനിഹ ഐ ബഅലിഹ, പല്ലുകളുടെ ചില ഭാഗങ്ങൾ അവൾ എന്ത് ചെയ്യുക, രാഗിക്കളയുക. വൽ മുറാദു അൻ തബ്റുദ മാ ബൈന സനായ വറുബാഇയ, ഇവിടെ പല്ലുകൾ, ചില പല്ലുകൾ അല്ലെങ്കിൽ പല്ലുകളുടെ ഭാഗങ്ങളെ ഇങ്ങനെ രാഗിക്കളയുന്നു. ആ പല്ലുകൾ എന്ന് പറഞ്ഞാൽ സനായയുടെയും അതുപോലെ റുബായിയാത്തിൻ്റെയും ഇടയിലുള്ളതാണ്. അപ്പം മുൻപല്ലുകൾ, അതിന് ഇരുവശമുള്ള ഈ രണ്ട് പല്ലുകൾ, ഇതിനെ രാഗലാണ്. എന്തിനു വേണ്ടി? അത് അല്പം രാഗിക്കളയുക. അതിന് സൗന്ദര്യമുണ്ടാകാൻ വേണ്ടി, സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയും അപ്പോൾ ഈ പല്ല് രാഗുക എന്ന് പറഞ്ഞാൽ അതിന്റെ അല്പഭാഗം അകന്നിരിക്കാൻ വേണ്ടി, മിൻ ബഅലിൻ മറ്റു ഭാഗത്തിൽ നിന്ന്. ചിലരുടെ പല്ലുകൾ യോജിച്ച് ഒരു വിടവ് പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ അതിന് സൗന്ദര്യം കുറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കി അല്പം ആ പല്ലിൻ്റെ സൈഡ് വശങ്ങൾ അല്പം രാഗിക്കളഞ്ഞ് ചെറിയൊരു വിടവുണ്ടാക്കുക. അങ്ങനെ ആ വിടവുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പല്ലുകൾ രാഗുക. ഹസനഹ, സൗന്ദര്യത്തിന് വേണ്ടിയും. മാത്രമല്ല അന്നഹ സഗീറ, അവൾ ചെറിയവളാണ്, പ്രായം കുറഞ്ഞവളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയും. ഈ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി പല്ലുകൾ രാഗുക. അപ്പൊ പല്ലുകളുടെ വശങ്ങൾ രാഗി ചെറിയൊരു വിടവുണ്ടാക്കുക. അത് സൗന്ദര്യത്തിന് വേണ്ടിയും അതുപോലെ ചെറിയവളാണ് എന്നറിയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നവളെ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നവളെ, ചെയ്യാൻ ആവശ്യപ്പെടുന്നവളെ അള്ളാഹു ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ വഹുവൽ ബഷർ, ഇത് വഷറാണ്. വഷർ പല്ല് രാഗൽ. വഹാദൽ ഫിഅൽ ഹറാമുൻ, ഇത് ഹറാമാണ്. അലൽ ഫാഇലത്തി വഅലൽ മഫ്ഊലി ബിഹ, പ്രവർത്തിക്കുന്നവൾ, ചെയ്തു കൊടുക്കുന്നവൾ, ചെയ്യപ്പെടുന്നവൾ, ഇവർ രണ്ടുപേരുടെ മേലും ഇത് ഹറാമാണ്. എന്താ ഹറാമാകാൻ കാരണം? ഹദീസുകൾ, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഉള്ള കാരണത്താൽ. മാത്രമല്ല വലിയ അന്നഹു തഗയ്യുറുൽ ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ വ്യത്യാസപ്പെടുത്തലാണ്. അതുകൊണ്ട് ഇത് ഹറാമാണ്. ഇത് ഹറാമാകുന്ന എപ്പോഴാണോ? മഹല്ലുഹു ഇൻ ഫഅലതുഹു ലിൽ ഹുസ്നി, സൗന്ദര്യത്തിന് വേണ്ടി അവൾ ഇങ്ങനെ ചെയ്താൽ അത് ഹറാമായി, അള്ളാഹു സൃഷ്ടിപ്പിനെ വ്യത്യാസപ്പെടുത്തലായി. എന്നാൽ ഒരു പെണ്ണ് ഈ പല്ല് രാകുന്നതിലേക്ക് ആവശ്യമായാൽ, അവൾക്ക് ആവശ്യമായി വന്നാൽ ഇലാജിൻ, ചികിത്സാപരമായിട്ട്, ചികിത്സയുടെ കാരണമായിട്ട് പല്ല് അല്പഭാഗം രാകേണ്ടി വന്നാൽ, ഔ ഐബിൻ, അല്ലെങ്കിൽ ന്യൂനതയാണ്, പല്ല് അല്പം രാഗി കളഞ്ഞില്ലെങ്കിൽ അതൊരു മ്ലേച്ഛതയാണ്, ഒരു മോശത്തരമാണ്, അതൊരു ന്യൂനതയാണ്, ഒരു ആക്ഷേപിക്കാനിടയുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ആവശ്യമായി വന്നാൽ ഫലാ ബഅസ, കുഴപ്പമില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാത്ത പക്ഷം അത് ഹറാമായി. ഇങ്ങനെ സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത് അജൂസു വമൻ ഖറബത്ഹ, അല്പം പ്രായമുള്ളവരും ആ പ്രായമുള്ളവരോട് അടുത്ത് നിൽക്കുന്ന പ്രായമുള്ളവരാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. എന്തിനാ? ചെറുപ്പക്കാരികളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയൊക്കെ. ഇങ്ങനെ മഹാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പല്ല് ഇങ്ങനെ വിടവിന് വേണ്ടി അതുപോലെ സൗന്ദര്യത്തിന് വേണ്ടി ഒക്കെ രാകുന്നവരെ കുറിച്ചൊക്കെ ശപിച്ചതായിട്ട് പറഞ്ഞ സന്ദർഭത്തിൽ മഹാനെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഫഖാലത്ത് ലഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഇംറാത്തുൻ ഫീ ദാലിക, ഉമ്മു യാഖൂബ് എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. ഇത് ശരിയായില്ലോ, ഇങ്ങനെ ശപിച്ചു എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ നിങ്ങൾ ശപിച്ച എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ഫഖാല, മഹാനെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്ന് പറഞ്ഞു, വമാലി ലാ അൽഅനു മൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചവരെ ഞാൻ ശപിക്കാതിരിക്കാൻ എനിക്കെന്താ? നബി തങ്ങൾ ശപിച്ചിരിക്കല്ലേ, അപ്പോൾ പിന്നെ ഞാൻ ശപിച്ചാൽ എന്താ? വഹുവ,
ഐ ലഅനു മൻ ലഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കിതാബില്ലാ. അള്ളാഹുവിന്റെ പ്രവാചകർ ശപിച്ചവരെ ശപിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കിതാബിലുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ കിതാബിലുള്ള കാര്യമാണ്, അതായത് ഖുർആനിലെ കാര്യമാണ്. അള്ളാഹു തആല എന്താ പറഞ്ഞത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് എന്തു കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് എന്തു നിരോധിച്ചോ അത് നിങ്ങൾ നിരോധിക്കുക. സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നത് സ്വീകരിക്കാൻ, നിരോധിച്ചത് വർജിക്കാൻ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ക്ഷമിച്ച കാര്യമല്ലേ? അപ്പോൾ പിന്നെ ഞാൻ ക്ഷമിക്കുന്നതിന് എന്താ കുഴപ്പം? റസൂലുള്ള ക്ഷമിച്ചല്ലേ? റസൂലുള്ള കൊണ്ടുവന്നതിനെ സ്വീകരിക്കാനല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പല്ല് രാഗല് അത് സൗന്ദര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ പ്രായം കുറവാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പല്ലിന് ചെറിയ വിടവുണ്ടാക്കിയിട്ട് സൗന്ദര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹറാമായി വരും. നേരെ മറിച്ച് ചികിത്സയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതൊരു ന്യൂനതയാണ്, മറ്റുള്ളവർ ആക്ഷേപിക്കാൻ ഇടവരും എന്ന ചിന്തയിലാണ് ഇങ്ങനെ പല്ല് രാകുന്നതെങ്കിൽ ഫലാബാസ കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ പ്ലക്ക് ചെയ്യൽ അത് ഹറാമാണ്, ചെയ്യുന്ന ആൾക്കും അതിൻ്റെ മേലും ഹറാമാണ്, അതിൽ ചെയ്യിപ്പിക്കുന്നവരും അതും ഹറാമാണ്. പക്ഷേ ഒരു സ്ത്രീയുടെ മുഖത്തുള്ള രോമങ്ങൾ മാറ്റാൻ പാടില്ല, അതാണ് നിരോധിച്ചിരിക്കുന്നത്. പക്ഷേ താടിയും അതുപോലെ തന്നെ മീശയുമൊക്കെ ഉള്ള പെണ്ണുങ്ങൾക്ക് അത് നീക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങളെ വർജിക്കാനും, പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും നമ്മുടെ കുടുംബാദികളിലുമെല്ലാം പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്, ശാരീരികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലാഹു തആല പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.